നീറ്റ് പരീക്ഷ വല്യപ്പന്റെ ആണെങ്കിൽ ഇളയപ്പന്റെ PSC ഇവിടെയുണ്ട്. ഈ സമരം അക്രമത്തിലേക്ക് ഒന്നും പോകരുത്, നമ്മുടെ നാടിനാണ് നഷ്ടം. പക്ഷെ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ ഉടായ്പ നിർത്തിയിട്ട് രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടി വേണമെന്നായിരിക്കണം ഇതിന്റെ മുദ്രാവാക്യം. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഞാൻ വിജയ് ജോസഫ് എന്ന തമിഴ്നാടിൻ്റെ പ്രതീക്ഷയുള്ള മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പുതിയ പിള്ളേര് ജനനായകനെ പോലെ വിജയിനെയാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് കുറെ താപ്പാന നിങ്ങൾ സീറ്റ് പങ്കിട്ട് 10 സീറ്റ് അവിടെ 10 മന്ത്രി ഇവിടെ, രാഷ്ട്രീയത്തിൽ മാത്രം എന്താ ഒരു നിയമമില്ലാത്ത ജനാധിപത്യവും ഈ നാടും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ പിള്ളേരോടൊപ്പം നിൽക്കുക. ഒരു കാറ്റില്ലാത്ത സൈക്കിളുമായിട്ട് വന്നവൻ ബെൻസും BMW തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ ഒരു നിയമം കൊണ്ടുതന്നെ അന്വേഷണം നടക്കണം. ഈ ഡൽഹിയിൽ നടക്കുന്ന ഇതിൽ പോലീസുകാർ തന്നെ ആയിരിക്കണം. BJPയുടെ ആൾക്കാർ യൂണിഫോം ഇട്ട് വന്ന് തല്ലരുത്. നമസ്കാരം. പാറ്റക്കുഞ്ഞുങ്ങൾക്ക് എൻ്റെ വലിയ നമസ്കാരവും പിന്തുണയും അർപ്പിക്കുന്നു. പാറ്റ പാർട്ടി ഒരു പാർട്ടിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ യുവാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംഘടന. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും BJPക്കും ചെയ്യാൻ പറ്റാത്തത് പാറ്റകൾ ചെയ്തു. എന്തുകൊണ്ട് പാറ്റകൾ ചെയ്തു? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായി? നമുക്കിനി പാറ്റ വിടാം. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ, യുവാക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടം കൂടി? അതല്ലേ ആദ്യം ചെയ്യണം. അവർ പാറ്റയാവട്ടെ, എലിയാവട്ടെ, പഴുതാരയാവട്ടെ, അവർ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, എന്തുകൊണ്ട് ഇത്രയധികം ചെറുപ്പക്കാർ ഡൽഹിയിൽ ഒത്തുകൂടി? നീറ്റ് പരീക്ഷ ഓരോരുത്തരുടെയും വലിയ പ്രതീക്ഷയുള്ള ലക്ഷങ്ങളുള്ള കുട്ടികളെയല്ലേ നിങ്ങൾ പറ്റിച്ചത്? അത് പറ്റിച്ചത് തന്നെയല്ലേ? അപ്പോൾ ധാർമ്മികത എന്ന് പറഞ്ഞ് ജനാധിപത്യത്തിൽ ഒരു സാധനമുണ്ട്. നിങ്ങളെല്ലാം ഗൂഗിളിൽ ഒന്ന് കയറി നോക്കണം. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞ മന്ത്രി തൊട്ട് ധാർമ്മികതയുടെ പേരിൽ ജോർജ് ഫെർണാണ്ടസ്, ചിലരൊക്കെ കേസ് കഴിഞ്ഞിട്ടാണെങ്കിലും KM മാണി, കുഞ്ഞാലിക്കുട്ടിയൊക്കെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും AK ആൻ്റണി, കരുണാകരൻ, പലരും ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ധാർമ്മികത ഇല്ലാത്തവർ നമ്മളെ ഭരിക്കണത് കൊണ്ടാണ് ആ സമരം നടക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. LDF ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ, ഈ രാഷ്ട്രീയത്തിലൊരു മാറ്റം വരണ്ടേ? നിങ്ങൾ 78 കൊല്ലമായിട്ട് മാറി മാറി ഭരിച്ചിട്ടും ഇന്നും റേഷൻ കടയിലെ മോഷണവും RT ഓഫീസിലെയും പോലീസ് സ്റ്റേഷനിലെയും കൈക്കൂലി നിങ്ങൾക്ക് നിർത്താൻ പറ്റിയിട്ടില്ലല്ലോ. 78 കൊല്ലമായിട്ട് ഗട്ടറില്ലാത്ത റോഡ് നിങ്ങൾക്ക് പണിയാൻ പറ്റിയിട്ടില്ലല്ലോ. 10 പൈസ മുതൽ മുടക്കില്ലാതെ രാഷ്ട്രീയ വ്യവസായം, രാഷ്ട്രീയ കൃഷിയിൽ 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ നേടുന്നത് ഒരു ബിസിനസ്സുകാരനോ ഒരു വ്യവസായിയോ ഇവിടെ നേടുന്നില്ല. അപ്പോൾ രാഷ്ട്രീയം കച്ചവടമാണെന്ന് തെളിയുകയും രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് ആ പിള്ളേർ ഡൽഹിയിൽ കൂടിയത്. പിന്നെ നീറ്റ് പരീക്ഷ വല്യപ്പൻ്റെ ആണെങ്കിൽ ഇളയപ്പൻ്റെ PSC ഇവിടെയുണ്ട്. ഇവിടുത്തെ PSCയും ഡൽഹിയിലെ നീറ്റും മോഡിജിയും പിണറായിയും ബായ് ആണ്. അപ്പോഴാണ് പുതിയ പിള്ളേർ ബൈ പറഞ്ഞത് നിങ്ങളോട്. പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയും ബായ് ആയിട്ട് PSC തട്ടിപ്പും നീറ്റ് തട്ടിപ്പും നടത്തിയപ്പോൾ പാറ്റക്കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ പുതിയ മക്കൾ, യുവാക്കൾ മതിയായിട്ട് ഈ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും കൈക്കൂലിയും കണ്ട് മടുത്തിട്ട് അവർ ബായിനോട് ബൈ പറഞ്ഞു. ഈ സമരം അക്രമത്തിലേക്കൊന്നും പോകരുത്, നമ്മുടെ നാടിനാണ് നഷ്ടം. പക്ഷെ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ ഉടായ്പ നിർത്തിയിട്ട് രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടി വേണമെന്നായിരിക്കണം ഇതിൻ്റെ മുദ്രാവാക്യം. അല്ലാണ്ട് രാഷ്ട്രീയം പാർട്ടി കെട്ടിടങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് മണിമാളികകൾ പണിതിട്ടുണ്ട്, ഡൽഹിയിൽ മണിമാളികകൾ പണിതിട്ടുണ്ട്. ഇവർക്ക് കോഴി വളർത്തലുണ്ടോ? പശുവിൻ്റെ പാല് വിൽക്കണുണ്ടോ? ഇവരെന്തെങ്കിലും കച്ചവടം ചെയ്യണ്ടോ? എവിടെ നിന്നാണ് ഇവർക്ക് കോടി? പാറമട, വിസ തട്ടിപ്പ്, മറ്റേ മരുന്ന് കച്ചവടം, ആശുപത്രി, സകല ഉടായ്പീന്നും രാഷ്ട്രീയക്കാർ പൈസ എഴുതി. ഇപ്പോൾ നമ്മുടെ വിജയുടെ സിനിമ വന്നിട്ടുണ്ടല്ലോ, അടിപൊളി പടം. എന്താ പടത്തിൻ്റെ പേര്? ജനനായകൻ. കണ്ടു പഠിക്ക്. ചില സിനിമകളൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം, പ്രാവർത്തികമാക്കേണ്ടതാണ്. ജനനായകൻ. ഇപ്പോൾ വിജയ് വന്നു. എന്തോരം പ്രതീക്ഷയാണ് തമിഴ്നാട്ടിൽ തരുന്നത്. നാളെ കള്ളനാവോ എനിക്കറിയില്ല. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഞാൻ വിജയ് ജോസഫ് എന്ന തമിഴ്നാടിൻ്റെ പ്രതീക്ഷയുള്ള മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. VD സതീശനും പറയുന്നത് കേൾക്കുമ്പോൾ ചില പുളകവും രോമവും ഒക്കെ പൊങ്ങി വരുന്നത് കൊണ്ട്
അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 കൊല്ലം ഒരു കാട്ടാളനെ പോലെ ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒന്ന് ചിരിക്കുക പോലും ചെയ്യാണ്ട് ജനങ്ങളെ ഇത്രയും ദ്രോഹിച്ച് വെള്ളപ്പൊക്കത്തിലും വയനാട് ദുരന്തത്തിലൊക്കെ CAG റിപ്പോർട്ടിലൊക്കെ ഇവരെതിരാണ് എല്ലാത്തിനും, PSC തട്ടിപ്പോ എല്ലാം. അപ്പോൾ പുതിയ പിള്ളേർ ജനനായകനെ പോലെ വിജയിനെയാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് കുറേ താപ്പാന നിങ്ങൾ സീറ്റ് പങ്കിട്ട് 10 സീറ്റ് അവിടെ 10 മന്ത്രി ഇവിടെ, ആ KM മാണിയുടെ മകനൊക്കെ ആ സെക്രട്ടേറിയറ്റിൻ്റെ ചീറ്റും, ഞാൻ ആ ഭാഷ ഉപയോഗിക്കണില്ല, രണ്ടും കൽപ്പിച്ച് രണ്ടും ചെയ്തിട്ട് അവരെയൊക്കെ പിന്നെ എടുക്കുക. ഇതെന്ത് രാഷ്ട്രീയമാണോ? എന്ത് രാഷ്ട്രീയത്തിൽ മാത്രം എന്താ ഒരു നിയമമില്ലാത്ത? അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ സമരത്തിൽ രാജ്യം രക്ഷപ്പെടണമെന്നുള്ളവർ, രാഷ്ട്രീയം രക്ഷപ്പെടണമെന്നല്ല കേട്ടോ, രാഷ്ട്രീയ പാർട്ടി രക്ഷപ്പെടണമെന്നല്ല, ജനാധിപത്യവും ഈ നാടും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ പിള്ളേരോടൊപ്പം നിൽക്കുക. അഴിമതി ഇവന്മാർ വന്നിട്ട് എങ്ങനെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു കാറ്റില്ലാത്ത സൈക്കിളുമായിട്ട് വന്നവൻ ബെൻസും BMW തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ ഒരു നിയമം കൊണ്ടുതന്നെ അന്വേഷണം നടക്കണം. ഇവർ രാജാവിനെ പോലെ. രണ്ടാമത്, ഇന്ത്യ രാജ്യം ലോകത്ത് തന്നെ 3-ാം സ്ഥാനത്തേക്കോ അല്ലെ 2-ാം സ്ഥാനത്തേക്കോ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിലേതെങ്കിലും വർഗീയ ശക്തികളോ തീവ്രവാദികളോ നുഴഞ്ഞു കയറി ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടണമുണ്ടോ എന്ന് നമ്മുടെ ഇൻ്റലിജൻസ് അന്വേഷിക്കണം. ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എനിക്ക് BJP, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, കോക്രോച്ച്, ആം ആദ്മി, 2020 ഒന്നുമില്ല. ആര് നന്മ ചെയ്യുന്നോ ഈ നാടിൻ്റെ മക്കൾക്ക്, പുതിയ തലമുറക്ക് സമാധാനവും ഐശ്വര്യവും ശാന്തിയും നല്ല ജീവിതവും കൊടുക്കുന്ന യവൻ വന്നാലും അവനെ സപ്പോർട്ട് ചെയ്യലാണ് എൻ്റെ പണി. അതുകൊണ്ട് എന്നെ ആരും തെറി പറഞ്ഞ് തോൽപ്പിക്കേണ്ട. ഈ ഡൽഹിയിൽ നടക്കുന്ന ഇതിൽ പോലീസുകാർ തന്നെ ആയിരിക്കണം, BJPയുടെ ആൾക്കാർ യൂണിഫോം ഇട്ട് വന്ന് തല്ലരുത്. ഈ കോക്രോച്ചിനെ പറ്റിച്ചുകൊണ്ട് LDFും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഇതിനകത്ത് നുഴഞ്ഞു കയറരുത്. കുറേ ഉടായ്പുണ്ടല്ലോ. ഇന്ന് നമ്മുടെ നാടിൻ്റെ ശാപം എന്താ? നുണ പറയാനാണ് എളുപ്പം. ഇയാൾ മറ്റാളുടെ ആളാണ്, ഇവിടെ ഇങ്ങനെ ചെയ്ത്. നമുക്ക് സത്യസന്ധമായ നല്ല ഉദ്യോഗസ്ഥരുണ്ട്, അവരെ വെച്ചുകൊണ്ട് തീവ്രവാദ ബന്ധം, ഫോറിൻ ഫണ്ടിങ് ഇതൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഫോറിനിൽ നിന്ന് പിള്ളേർക്ക് ഭക്ഷണമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, ഗൂഗിൾ പേ വഴി ഭക്ഷണം, അതൊക്കെ നടക്കും, അതൊക്കെ ഈ സമരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം നശിപ്പിക്കാൻ ആരെങ്കിലും നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ എന്നെ പോലെയുള്ളവർ, ജനപക്ഷത്തുള്ളവർ ഒരിക്കലും കൂട്ടു നിൽക്കരുത്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ അഴിമതി ഇല്ലാണ്ടാക്കാൻ, മന്ത്രി രാജാവാതിരിക്കാൻ, നമ്മുടെ നാട് കുട്ടിച്ചോറാവാതിരിക്കാൻ കോക്രോച്ച് എന്ന പുതിയ സംവിധാനം കോൺഗ്രസിനെ കൂടിയായാലും LDFിനെ കൂടിയായാലും BJPയെ കൂടിയായാലും ഇനി നന്മയുള്ളവർ മന്ത്രിയാവണം. നന്മയുള്ളവർ, സത്യവും നീതിയും രാജ്യസ്നേഹവും പൗരബോധവും ഉള്ളവർ വേണം നമ്മുടെ രാജ്യം ഭരിക്കാൻ. അത്രേ പറയാനുള്ളൂ. ജയ് ഭാരത്.